26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തെലങ്കാനയിലെ നിസാമാബാദ് സ്വദേശിയായ പ്രശാന്ത് കൊല്ലപ്പെടുന്നത് ജൂൺ 29-നാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യയും കാമുകനും അറസ്റ്റിലായി. കേസിൽ ഭാര്യ സന്ധ്യ, കാമുകൻ അനിൽ, ഇയാളുടെ സുഹൃത്തായ വെങ്കട് സായി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ: അടുത്തിടെയാണ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന പ്രശാന്ത് നാട്ടിലെത്തിയത്. അനിലും സന്ധ്യയും പ്രണയത്തിലായിരുന്നു. നാട്ടിലേക്കെത്തിയ ഭർത്താവ് പ്രണയത്തിന് തടസ്സമാകുമെന്ന കാരണത്തിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും. സന്ധ്യയും അനിലും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ദമ്പതികൾക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നു. തുടർന്നാണ് പ്രശാന്തിനെ ഇല്ലാതാക്കി ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചത്. കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഇവർ തീരുമാനിച്ചു. ആദ്യം പ്രശാന്തിനെ വീടിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാനാണ് ശ്രമിച്ചത്. എന്നാൽ മരണം സംഭവിക്കാതെ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കൊലപാതകം നടപ്പാക്കിയത്. ജൂൺ 29-ന് വെങ്കട സായി പ്രശാന്തിനെ വിളിച്ചു വരുത്തി മദ്യം കുടിപ്പിച്ചു. തുടർന്ന് ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ പ്രശാന്ത് മരിക്കാതായതോടെ കൊലപാതക ശ്രമം പരാജയപ്പെട്ടു. പിന്നീടാണ് കൊലപാതകത്തിന്റെ 2ാം ഘട്ടം നടപ്പാക്കാൻ തീരുമാനിച്ചത്. കാമുകൻ അനിലിന്റെ നിർദ്ദേശപ്രകാരമാണ് നഴ്സ് കൂടിയായ സന്ധ്യ കൊലപാതകം നടപ്പാക്കിയത്. ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ പ്രശാന്തിനെ ആശുപത്രിയിൽ പരിചരിച്ചതും സന്ധ്യ തന്നെയാണ്. ഈ അവസരം മുതലാക്കുകയായിരുന്നു. IV ട്രിപ്പിലൂടെ സ്ഥിരമായി ടോയ്ലറ്റ് ക്ലീനിംഗ് ലിക്വിഡ് നൽകിയാണ് കൊലപാതകം നടപ്പിലാക്കിയത്. തുടർന്ന് വിഷാംശം ഉള്ളിൽ ചെന്ന് പ്രശാന്ത് മരണപ്പെട്ടു. കാനിലൂടെയുള്ള ഹാർപിക് ടോയ്ലറ്റ് ക്ലീനറും അനസ്തീഷ്യ മരുന്നും പ്രശാന്തിന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് കട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയതോടെ മരണം സംഭവിച്ചു. മരണത്തിലെ അസ്വാഭാവികതയിൽ പ്രശാന്തിന്റെ അമ്മയ്ക്ക് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ജൂലൈ 1-ന് ഇവർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതക വിവരം പുറത്തറിഞ്ഞു. പ്രശാന്തിനെ കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമത്തിൽ ടെറസിൽ നിന്ന് തള്ളിയിടാൻ സഹായിച്ചത് വെങ്കട് സായി ആണെന്ന് പോലീസിനോട് സമ്മതിച്ചു. സന്ധ്യയുടെ കാമുകൻ അനിലും സുഹൃത്ത് വെങ്കട് സായി എന്ന യുവാവും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.